ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് ഇത്രയും നാൾ നമ്മൾ JCB എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവം JCB അല്ല. ഈ കാണുന്ന സംഭവം ഞാൻ വിചാരിച്ചിരിക്കുന്നത് JCB എന്നായിരുന്നു. പക്ഷെ ഇതിനൊരു മറ്റൊരു പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷവും കാര്യങ്ങളും എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, ഇത് എങ്ങനെയാണ് നമ്മൾ ഓണാക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം ഈ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ, ഈ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന ചേട്ടൻ. നമുക്ക് ചേട്ടനോട് തന്നെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാം. ചേട്ടൻ്റെ പേര് ഒന്ന് പറയോ? ബഷീർ എന്നല്ല ചേട്ടാ. ഈ വണ്ടിയുടെ എന്താണ് ശരിക്കും ഒറിജിനൽ ആയിട്ട് ഈ പേര് അറിയപ്പെടുന്നത്? ഈ വണ്ടിയുടെ അത് ഇതിനെ എല്ലാവരും JCB ആളുകൾ ഇങ്ങനെ സംബോധന ചെയ്യാറുണ്ട്. പക്ഷേ ഇത് JCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JC ബാംഫോർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഓക്കെ. ഇതിന് മൊത്തത്തിൽ എല്ലാം എക്സ്കവേറ്റർ എന്നാണ് പറയാറ്. എക്സ്കവേറ്റർ എന്നാണ് പറയാ. ഓക്കെ എക്സ്കവേറ്റർ എന്നാണ് പറയാ അല്ലേ? ഇത് ചേട്ടൻ എത്ര നാളായി എടുത്തിട്ട് വണ്ടി? ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളെ. പൊതുവെ വർക്ക് കുറയുമ്പോൾ അതുകൊണ്ട് വലിയ പ്രോഫിറ്റ് ബുദ്ധിമുട്ട് അതല്ല. നമുക്കിത് എങ്ങനെയാണ് ഇത് മേടിക്കാനായിട്ട്? നമുക്കിത് എത്ര ലക്ഷം രൂപ വരും ഓൺ ദ റോഡ് ഇറക്കാനായിട്ട്? ഓരോ ഗ്രേഡ് ആണ്. അപ്പൊ ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് എത്ര വരും? 1 ടൺ എന്നാണ് പറയുന്നത് ഈ വണ്ടിക്ക്. ടാറ്റയുടെ ഹിറ്റാച്ചി 1 ടൺ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമുക്കിപ്പോ ഓൺ ദ റോഡ് ഇറക്കി ചേട്ടത് എത്ര നാൾ മുമ്പ് മേടിച്ചാൽ? പുതിയ വണ്ടി ഇപ്പോൾ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 40 to 50 ലക്ഷം രൂപ വരും. അത്രയും വരുന്നുണ്ടല്ലോ. ചേട്ടൻ ഇത് EMI ആയിട്ടാണോ മേടിച്ചത് അതോ നമ്മള് വേറെ എന്തെങ്കിലും? അല്ല, എനിക്ക് ഫൈനാൻസ് നേരത്തെ മുതൽ ഞാനിങ്ങനെ മെഷീനറി എടുക്കുമ്പോൾ ഫൈനാൻസ് ആയിട്ടല്ല. അതിപ്പോ ചേട്ടൻ അടച്ചു തീർന്നായിരുന്നു ഇത്രയും നാളായിട്ട്? ആദ്യത്തിലൊക്കെ അടച്ചു തീർന്നു. ഈ വണ്ടിയുടെ അടച്ചു തീർന്നു? ഈ വണ്ടി ഇതൊക്കെ ഞാൻ വേറെ ഫൈനാൻസ് ബാങ്കിൽ നിന്ന് വേറെ ഫൈനാൻസ്. അതല്ല, ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും നമുക്ക് കൂടുതലാണോ അതോ ഓടിച്ചാൽ മുതലാക്കാൻ പറ്റുമോ? എത്ര നാളിനുള്ളതാണ് അതിന് മെയിൻ്റെനൻസ് വരും? ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് വരും? അപ്പൊ തന്നെ ഏതിപ്പോ പ്രസ്ഥാനമാണെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നഷ്ടം വരില്ല. ഇല്ല. ഇപ്പൊ പൊതുവെ വർക്ക് കുറവാണ്. കൊറോണ പ്രശ്നം, പിന്നെ ഈ സാമ്പത്തിക പ്രശ്നം, അതുകൊണ്ടൊക്കെ ഇപ്പൊ എല്ലാ ഈ ഫീൽഡ് തന്നെ കൺസ്ട്രക്ഷൻ. അല്ല, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിന്റെ ഒരു വർക്ക് എടുത്തു. ഇപ്പൊ ഈ വർക്ക് എടുത്തതിന് ശേഷം നമുക്ക് അപ്പൊ തന്നെ ഇപ്പൊ ദിവസത്തിന്റെ അന്ന് തന്നെയാണോ നമുക്ക് മെയിൻ്റെനൻസ് വരാം? അത് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണോ മെയിൻ്റെനൻസ് വരാം? എന്തെങ്കിലും മെയിൻ്റെനൻസ് വണ്ടിക്ക് മെയിൻ്റെനൻസ് നമ്മളിങ്ങനെ റെഗുലറായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഏത് വിധേനയും വരാം. പഴയ വണ്ടിയാകുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ വരാം. പുതിയ വണ്ടിയാകുമ്പോ പെട്ടെന്ന് കൂടുതൽ കംപ്ലൈന്റ് ഒന്നും വരില്ല. ഇനിയിപ്പോ വരാണെങ്കിൽ തന്നെ മേജർ കംപ്ലൈന്റ്സ് എന്തായിരിക്കും വരാ വണ്ടിക്ക്? മേജർ കംപ്ലൈന്റ് ഓരോന്നിനും ഓരോ പാർട്ടിനും ഓരോ ലൈഫുണ്ട്. അപ്പൊ അത് ഒരു പല രീതിയിൽ വരാം. അപ്പൊ ഇതിന്റെ ഹോസ് കുറച്ച് നാള് അതിന് കൂടുതൽ ഒരേതിനും അതിന്റെ പ്രത്യേക ലൈഫ് ഉണ്ടല്ലോ. അതിന് കമ്പനി സർവീസ് പറയുന്നുണ്ട് ഒരു ഇത്ര വർഷം ഇത്ര കിലോമീറ്റർ. അതിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരും. വരും. അത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക, വിളിക്കുക, അവര് വരും. അതിനൊക്കെ മെയിൻ്റെനൻസ് കാശ് കൂടുതലാണോ? മെയിൻ്റെനൻസ് നമ്മൾ കൊടുക്കാം. വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വണ്ടികളിലും പോലെ തന്നെയാണ്. അതല്ല, ഇതിന് നമുക്ക് എത്ര നാള് വാറണ്ടി വരുന്നത്? പല കമ്പനികളും പല രീതിയിൽ വാറണ്ടി കൊടുക്കണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പൊ എങ്ങനെയാണെന്നാണ്? ഇതിപ്പോ ടാറ്റയുടെ വണ്ടിയാണ്. ഇത് കൂടാതെ ഒരുപാട് ഹുണ്ടായി ഉണ്ട്, കാറ്റ് ഉണ്ട്, വോൾവോ ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇപ്പൊ മാർക്കറ്റിലുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതിന്റെ വണ്ടി ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതിന്റെ ഗിയർ സിസ്റ്റത്തെ കാര്യങ്ങൾ മറ്റൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരോ ചേട്ടനെ? ഒന്ന് ചേട്ടൻ കയറിക്കോളൂ അപ്പൊ ക്യാബിനിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളും വരണത്. ഇത്തിരി പഴക്കമുണ്ടെങ്കിലും സംഭവം അടിപൊളി വണ്ടിയാണ്. പക്ക മെയിൻ്റെനൻസും കാര്യങ്ങളും ചേട്ടൻ ചെയ്തുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ്. ചേട്ടൻ ഇതിന്റെ ഓപ്പറേഷൻ ചേട്ടൻ എവിടെയാണ് ഇത് ഓണാക്കാം? അത് ഇതിലെ സാധാരണ നമ്മുടെ വണ്ടി പോലെ പുഷ് ബട്ടൺ ഉപയോഗിച്ചാൽ ജസ്റ്റ് അല്ലെങ്കിൽ ആദ്യം ചേട്ടൻ ഗിയർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ കുറെ ഗിയറുകൾ കാണാണ്ട്, ഇവിടെയൊക്കെ ഗിയറുകൾ കാണാണ്ട്, ഇവിടെ അടിയിൽ കുറെ പെഡലുകൾ കാണാണ്ട്. മെയിനായിട്ട് ഇതിന്റെ ട്രാക്ക് നമ്മുടെ വണ്ടി വാഹനങ്ങളുടെ വീല് പോലെ ഉപയോഗിക്കുന്ന ഇത് പറയുന്നത് ട്രാക്ക് എന്നാണ് പറയുന്നത്. ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയിനാണ്. അതിന് പകരം വരുന്ന ചെയിനാണ്. ഈ താഴെ കാണുന്ന ചെയിനാണ്. ഇത് കംപ്ലൈന്റ് ഒരു സംഭവം. ഈ ചെയിൻ ഞാൻ പറഞ്ഞില്ലേ, അത് ചെയിൻ ഇങ്ങനെ കുറെ ഇത്ര ഹവേഴ്സ് പിന്നിടുമ്പോ അത് കംപ്ലൈന്റുകൾ വരും. അത് നമ്മൾ ഓരോന്നിനും സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഓരോ ഗിയർ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ട്രാക്ക് ഓടിക്കുന്നത് ഇതിലാണ് ഓടിക്കുന്നത്. ഈ കാണുന്ന ചെയിൻ ഓടിക്കുന്നത് നമ്മൾ ഇതിലാണ്. നമുക്കപ്പോ ഇതിന് സ്റ്റിയറിംഗ് ഇല്ലേ വണ്ടിക്ക്? സ്റ്റിയറിംഗ് ഇല്ല, ഇതിന്റെ വീല് മൂവ് ചെയ്യുന്നതും തിരിക്കുന്നതും ഈ ലിവറയിലാണ്. ഇതിന്റെ സ്റ്റിയറിംഗ്
സ്റ്റിയറിംഗ് പോലെ ഓ ഓ ഓ ആണ് ഇതിന്റെ വർക്ക്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് പ്രവർത്തനം ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ വണ്ടി ഓണാക്കാൻ. ഇങ്ങനെ മുമ്പോട്ടേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ബാക്കോട്ടേക്ക്. ഓക്കെ ഓക്കെ. റൈറ്റ് ലെഫ്റ്റും റൈറ്റും ലെഫ്റ്റും ഇത് ഓരോന്ന് തിരിച്ചു ചെയ്യുമ്പോൾ സൈഡിലേക്ക് പോകും. നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് തിരിക്കുമ്പോൾ റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റ് തിരിക്കുമ്പോൾ. ഓക്കെ ഓക്കെ. ഇത് നമ്മളൊരു കാറ് പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. അത് വേറെ അത് സ്റ്റിയറിംഗിൽ ഓടിക്കുന്നു, ഇത് ലിവർ ഓപ്പറേറ്റ്. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഈ വലിയ വലിയ വോൾവോ ബസ് തിരിയണ പോലെ ബാക്ക് ടയർ തിരിയുമ്പോ ഫ്രണ്ട് ടയർ അങ്ങനത്തെ അങ്ങനെ ഒന്നും തിരിക്കും ഇഷ്ടമില്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ആ ഗിയർ സിസ്റ്റം. ഇനി നമുക്ക് ഇതിൽ ആക്സിലേറ്റർ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഇത് ആക്സിലേറ്റർ നമ്മുടെ വാഹനത്തിന് സാധാരണ ബെഞ്ചിന് റേസ് ചെയ്യുന്ന പോലെ റേസ് ചെയ്ത് പിടിക്കുക. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഐറ്റം എങ്ങനെയാണ് പൊക്കണ, അതിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? ആദ്യമാണ് കാണിച്ചത്. ഓക്കെ ഓക്കെ. ഈ ഗിയർ എന്താണെന്ന് പറഞ്ഞുതരാമോ ചേട്ടാ? ഇതാണ് ഇതിന്റെ ഈ നമ്മുടെ ഈ ബൂം ഉണ്ടല്ലോ, ഇതിന്റെ ഈ കൈകൾ ഇങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ഈ കൈകൾ ഉപയോഗിച്ചാണ്. ഈ കൈകളുടെ നമ്മുടെ സാധാരണ നമ്മുടെ കൈ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യണം. അപ്പൊ അതിനെ നമ്മളിങ്ങനെ കൈ വർക്ക് ചെയ്യുന്നതിന് ഓപ്പറേറ്റ് നമ്മുടെ പേശികൾ മസിലുകൾ ഓപ്പറേറ്റ് ചെയ്യണ പോലെ ഇതിന് ലിവർ വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. ഈ രണ്ട് ലിവർ ഹൈഡ്രോളിക്കിലാണ്, ഹൈഡ്രോളിക് ഓയിൽ വെച്ചാണ് പുഷ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്നും എനിക്കൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ ചേട്ടൻ? കാണിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം വണ്ടി ഓണാക്കാണ്. വണ്ടി ഓണാക്കി ചേട്ടൻ ജസ്റ്റ് ഇതെന്താ ചേട്ടൻ ചെയ്തേ? ഇത് ഇതിന്റെ ഒരു ലോക്കാണ്, സേഫ്റ്റി ലോക്കാണ്. ഓ ഓ ഓ. അതെന്തിനു വേണ്ടിട്ടാണ്? നമ്മളിപ്പോ വേറെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിയുമ്പോ അത് ഇത് ഓണാക്കി ചെയ്യണം, ഓഫ് ആക്കുമ്പോൾ അത് ഓഫ് ആക്കി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഹാൻഡ് ബ്രേക്ക് പോലെയാണോ ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റി ലോക്കാണ്. ഓക്കെ ഓക്കെ ഹാൻഡ് ബ്രേക്ക് പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഇത് ഹാൻഡ് ബ്രേക്ക് പോലെയാണ് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളും. നമുക്ക് വണ്ടിയുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. അപ്പൊ ചേട്ടൻ നോക്കിയോളൂ, കാണിച്ചോളൂ. ഞാൻ ഇറങ്ങേണ്ടി വരും ചേട്ടാ? ഞാൻ ഇറങ്ങാം. ഇത് മറ്റേ ഗിയർ വെച്ചിട്ടില്ലേ? ഇത് രണ്ട് ലിവറാണ്. ഓ ഓ. രണ്ട് ലിവറാണ്. ഓ ഓ. ഇതാണ് ഇതിന്റെ ഓപ്പറേഷൻ. ഇത് ഇങ്ങനെ മടക്കാം. ഇതിന്റെ ബക്കറ്റ് മടക്കാം. മടക്കാനായിട്ട് ഏത് ഗിയറാ യൂസ് ചെയ്യണേ? ഇതിനെ ഒരു പ്ലസ് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഓപ്പറേഷൻ. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സൈഡിലേക്കും. അപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കുറച്ച് ഒരു മനസ്സിലാവണേ കുറച്ച് എക്സ്പീരിയൻസ് ആവണ്ട. പെട്ടെന്ന് ഒരാൾക്ക് പറ്റില്ല. ഓ ഓ ഓ. മടക്കാനായിട്ട് ഓ ഓ ഓ. ഓക്കെ ഓക്കെ. ലോക്ക് ചെയ്ത് നിർത്തി. ഏത്? ഓ വണ്ടി കറക്കാല്ലോ. ജസ്റ്റ് മിനിറ്റ് ചേട്ടാ. കറക്കോളൂ ചേട്ടാ. ഓക്കെ ഓക്കെ. കറക്കാനായിട്ട് ഏത് സ്വിച്ച് ഉപയോഗിച്ച ചേട്ടൻ? കറക്കാനായിട്ട് ഏത് സ്വിച്ച് ഉപയോഗിച്ച? കറങ്ങും. അപ്പൊ ചുറ്റിലും ഒരു സർക്കിൾ അടിക്കാൻ പറ്റുമോ? അതല്ല. ഓക്കെ ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ നമുക്ക്? ആ ആ ആ. നമ്മൾ വണ്ടി ഓഫ് ചെയ്യാൻ നേരം ഇത് താത്തി വെക്കണോ? വർക്ക് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യാം. ലോഡ് ചെയ്യാതിരിക്കെല്ലാം ഓയിൽ സർക്കുലേഷൻ സീലിൽ ലോഡ് വരാതിരിക്കാൻ വേണ്ടി അത് താത്തി വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അതുകൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് താഴേക്ക്. അപ്പൊ ഇതിന്റെ താഴെ നമുക്കൊരു റാമ്പ് കാണാം, റൗണ്ടിലുള്ള റാമ്പ് കാണാം. അവിടെ ഇതിലാണ് ഈ സംഭവം തിരിഞ്ഞുകൊണ്ടിരിക്കണത്. അതുപോലെ ഈ ചെയിൻ സിസ്റ്റത്തിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ടയർ പോലത്തെ സംഭവം ഉണ്ട്, ഇരുമ്പിൻ്റെ ട്രെയിനിൻ്റെ പോലത്തെ ഒരു റോളർ കാണാം. ഇനി നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം.
ചേട്ടാ ഇതിന്റെ താഴത്തെ ആ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? ഇതിപ്പോൾ നമ്മൾ ഇത് ഭൂമി ഉപയോഗിച്ച് നമ്മൾ മണ്ണെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഫുൾ റൗണ്ട് തിരിയും, 360 ഡിഗ്രി തിരിയും. ഈ 360 ഡിഗ്രി തിരിയുന്നത് ആ സെന്റർ പോയിന്റിൽ വെച്ചാണ്. സെന്റർ പോയിന്റിൽ അതിന് സ്വിംഗ് കൺട്രോൾ എന്നാണ് പറയുന്നത്. സ്വിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് അതിങ്ങനെ കറങ്ങുന്നതിനാണ് പറയുന്നത്. അതിന് നമുക്ക് മെയിൻ്റെനൻസ് വരാറുണ്ട് അതേപോലെ? അത് മെയിൻ്റെനൻസ് അതിനൊക്കെ ഒരു ഇത്ര മണിക്കൂർ ഹവേഴ്സ് ഉണ്ട്. കഴിയുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ. ഇനി ഇതിന്റെ മൈലേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് ചേട്ടന്? മൈലേജ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ കാറുകൾ മേടിക്കുന്ന പോലെ ഇപ്പോൾ ഒരു മോഡലുകളുണ്ടല്ലോ, അതനുസരിച്ച് ആണല്ലോ ഒരു ഇത്ര കപ്പാസിറ്റി പറയണേ, ഇത്ര CC എന്ന് പറയില്ലേ, CC എന്ന് പറയും. അല്ല, CC ഹോഴ്സ് പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതിന് 1 ടൺ എന്നാണ് പറയണത്. ഇതിന്റെ ഗ്രേഡ് 1 ടൺ കപ്പാസിറ്റി. പിന്നെ 120 ഉണ്ട്, 130 ഉണ്ട്, 140 ഉണ്ട്, ഇത് 220 ഉണ്ട്, 230. അങ്ങനെ ഹെവി മെഷീനറി, മൈനിങ്ങിൽ ഉപയോഗിക്കുന്ന ഹെവി മെഷീനറി. നമുക്ക് നമ്മൾ ഈ സാധാ നാട്ടിലെ വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ചേട്ടാ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? 1 ലിറ്റർ ഡീസലിന് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടോ? ഡീസലിന് പല ഈ പറഞ്ഞ പോലെ ഗ്രേഡ് അനുസരിച്ച് ഒരു മോഡൽ അനുസരിച്ച് പല ഇത് വരും. ഈ വണ്ടിക്ക് നമുക്ക് എത്ര മൈലേജ് വരും? 8 to 10 ലിറ്റർ ഡീസൽ വരും. ഒരു മനസ്സിലായില്ല. അതായത് ഇതിപ്പോ നമ്മള് വർക്ക് ചെയ്യുമ്പോൾ ഫുൾ RPM ഫുൾ ഇതിൽ വർക്ക് ചെയ്യണം. നമ്മൾ അതിന് ഡീസൽ ഏതാണ്ട് ഒരു 10 ലിറ്ററോളം, 8 to 10 ലിറ്റർ ഡീസൽ. അത് എത്ര നേരത്തേക്ക് നഷ്ടപ്പെടുക ലിറ്റർ? അതിപ്പോ ഈ വർക്കിന്റെ ഇതുപോലെ അനുസരിച്ചിരിക്കും അതിന്റെ ഫോഴ്സ്. ഒരു കാര്യം പറയട്ടെ, നമ്മളെ കാറിനൊക്കെ മൈലേജ് പറയില്ല, ഇപ്പൊ 20 തന്നെ മൈലേജ്. ഇപ്പൊ നമ്മള് കമ്പനി പറയണ മൈലേജ് ഒന്നും കിട്ടില്ല. കമ്പനി എത്ര വണ്ടിക്ക് പറയണേ? കമ്പനി ഇപ്പൊ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്ന എല്ലാം ഇപ്പോ വെച്ച വണ്ടികളാണ്. ഇത് പഴയ മെക്കാനിക്കൽ ടൈപ്പ് തന്നെയാണ്, വേറെ ECU ഒന്നുമില്ല. ECMO അങ്ങനെ ECU ഒന്നുമില്ല. ECM ഒന്ന് തന്നെയാണ്. അത് അങ്ങനെ ഇല്ല. ഇത് സാധാരണ മെക്കാനിക്കൽ കൺട്രോളിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഫുൾ RPM ഒരു 8 to 10 ലിറ്റർ വരെ നഷ്ടമാണ്. അല്ല, അത് നമ്മള് നഷ്ടമല്ല, പ്രോഫിറ്റ് നമുക്ക് കിട്ടും. മനസ്സിലായി. നമ്മള് വണ്ടി ഓടുന്നതനുസരിച്ച് അതിന്റെ പ്രോഫിറ്റ് കിട്ടും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ചേട്ടാ, ഇത് മണിക്കൂറിലാണോ ചാർജ് ആക്കുക അതോ ഒരു ദിവസത്തേക്കുള്ള മണിക്കൂറാണ്? കിലോമീറ്റർ അല്ല, മണിക്കൂറിലാണ്. ഓക്കെ. മണിക്കൂറിന് എത്രയാണ് ചേട്ടൻ ഏകദേശം ഒരു മേടിക്കുന്ന ഒരു എമൗണ്ട്? അത് മണിക്കൂർ വരെ വർക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി അനുസരിച്ച് നമ്മളൊരു വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ അപ്പൊ അതിന് നമ്മള് വാടക വലിയ ഹെവി വർക്ക് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഒരു മണ്ണ് മാന്തി ഇപ്പുറത്തേക്ക് ഇടണം, ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടണം, അതിനിപ്പോ എങ്ങനെ ചേട്ടൻ മേടിക്കും? ഇപ്പൊ ഇതിന് വേറെ ഇതിപ്പോ ഈ വണ്ടി വേറെ ലോറി വാടക ഇത് റോട്ടിൽ ഓടിക്കാൻ പറ്റില്ല. ഇല്ല. ഇത് ലോറിയിൽ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി, അപ്പൊ ലോറിയുടെ വാടക, ഇവിടെ ഇറക്കുന്ന വാടക, പിന്നെ മണിക്കൂർ വാടക. അങ്ങനെ പിന്നെ അങ്ങനെയാണ് വർക്കിന്റെ ഇതനുസരിച്ച് എങ്ങനെയാണ് ഇരിക്കുക. അപ്പൊ ഇത്രയും നേരം നമ്മളെ വിശേഷം പറഞ്ഞ ചേട്ടന്റെ പേര് ബഷീർ ഏട്ടൻ. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ജോസഫാണ്. അപ്പൊ നമ്മുടെ ചാനലില് എല്ലാവരും നോക്കുക, വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.